ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് വിളമ്പാൻ പറ്റിയ ഒരു ദാൽ കറിയാണ് നോക്കുന്നത്. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു അരക്കപ്പ് പാശിപ്പരിപ്പ് അഥവാ മൂങ് ദാൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ എത്ര വെള്ളം കഴുകണമെന്ന് ചോദിച്ചാൽ നമ്മുടെ വെള്ളം ഉണ്ടല്ലോ നല്ല ക്ലിയർ ആവുന്നത് വരെ നമുക്ക് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കുതിരാൻ വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ വെറുതെ അങ്ങ് വെച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ചെറിയൊരു തൊട്ട് ഇഞ്ചി, 4 അല്ലി വെളുത്തുള്ളി, 6-7 ചെറിയ ഉള്ളി, ഒരു തക്കാളി, ഇത്രയാണ് വേണ്ടത്. നമുക്കിത് ഇനി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മളെല്ലാം തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു ഇടികല്ലിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇടികല്ല് ഉപയോഗിക്കുമ്പോൾ അടിയിലൊരു കട്ടിക്കുള്ള തുണിയോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സൗണ്ടും ഒരുപാട് കേൾക്കില്ല. ഇനി ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ മിക്സ്ചർ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആവണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളി എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തക്കാളി ചെറുതായിട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാവുന്ന നേരം കൊണ്ട് നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരുന്നില്ലേ ആ പാശിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ആ ഇടികല്ലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടെ ഒന്ന് ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചെടുക്കാം. ഇതുവരെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടില്ലായിരുന്നു. ഇനി ഗ്യാസ് കത്തിച്ച് നമുക്ക് കുക്കർ മൂടി വെക്കാം. മൂടി വെച്ച് ഇനി ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ ഇവിടെ ആവി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വിസിലിട്ട് കൊടുത്തു. ഇനി ഒരു വിസിലടിക്കട്ടെ. അപ്പോൾ അതേ വിസിലൊക്കെ അടിച്ചു. ഇനി ഇത് പ്രഷർ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ദേ ഇവിടെ നന്നായിട്ട് പ്രഷറൊക്കെ പോയി. നമുക്കിനി അടപ്പ് തുറക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഒരു തവി വെച്ച് ഇങ്ങനെ ബാക്ക് വെച്ച് ഒന്നിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉടഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ ചേർക്കണം. അറിയതൊന്നും ചേർത്ത് കളയരുത്, ടേസ്റ്റ് മാറും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം. നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയില എടുത്ത് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ ഇച്ചിരി വെള്ളം കൂടുതൽ പോലെ നിങ്ങൾക്ക് തോന്നും. കുഴപ്പമില്ല, ഇത് പരിപ്പായതുകൊണ്ട് ഇനി ഇരിക്കും തോറും ഇതങ്ങ് കുറുകും. അപ്പോൾ ആവശ്യത്തിന് നീട്ടി തന്നെ എടുക്കണം. കുറുക്കി എടുത്ത് കളയരുത്. എടുത്തു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ കുഴഞ്ഞൊരു ഉണ്ട പോലെയൊക്കെ ആയിപ്പോവും. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഇപ്പം എല്ലാവരും കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു. ബൈ.